ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്ത് നഗരത്തിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. DGP രവാഡ ചന്ദ്രശേഖർ ഗുരുവായൂരിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ക്ഷേത്രത്തിനകത്തും ശ്രീവത്സത്തിലും പരിശോധന നടത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 800ഓളം പോലീസുകാരെയാണ് ക്ഷേത്ര നഗരിയിൽ വിന്യസിച്ചിരിക്കുന്നത്. സുരക്ഷാ ചുമതലയുള്ള നോർത്ത് സോൺ IG രാജ്പാൽ മീണ, തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ എന്നിവരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ക്ഷേത്രത്തിലേക്കും ശ്രീവത്സം അതിഥി മന്ദിരങ്ങളിലേക്കുമുള്ള പ്രവേശന കവാടങ്ങളിൽ മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ചു. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ക്ഷേത്രനടയിലെ കടകളിൽ കയറി പരിശോധന നടത്തി. തിങ്കളാഴ്ച രാവിലെ 8:40 പത്നി സുദേശ ധൻകറിനൊപ്പം ഉപരാഷ്ട്രപതി ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കൂടെയുണ്ടാകും. ഹെലിപ്പാഡിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സ്വീകരിക്കും. കാർ മാർഗം 9 ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തും. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങൾ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ ചേർന്ന് സ്വീകരിക്കും. 5 മിനിറ്റ് നേരത്തെ വിശ്രമത്തിന് ശേഷം ദേവസ്വം ബഗ്ഗിയിൽ ക്ഷേത്രത്തിലെത്തും. ദർശനം കഴിഞ്ഞ് 9:30 മടങ്ങും. രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ ഭക്തർക്കും ദർശനത്തിനും റോഡിൽ ഗതാഗതത്തിനും നിയന്ത്രണമുണ്ടാകും. അതിഥി മന്ദിരത്തിൽ നിന്ന് തെക്കേ നടയിലൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലെ ഇരുഭാഗത്തുമുള്ള കടകൾക്ക് തുറക്കാൻ അനുമതിയില്ല. ഈ ഭാഗം തുണി കൊണ്ട് മറയ്ക്കും. ക്ഷേത്രനഗരിയിലെ ലോഡ്ജുകളിൽ താമസിക്കുന്നവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. ഉപരാഷ്ട്രപതി മടങ്ങുന്നതുവരെ സ്വകാര്യ ഹെലികോപ്റ്റർ, ഡ്രോൺ തുടങ്ങിയവ പറത്തുന്നത് നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. TCV, ഗുരുവായൂർ.